വളരെ നിർണായകമായ ഒരു തീരുമാനം അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നു. അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ്. ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഏറ്റവും അടുത്ത സ്നേഹിതനാണ്. ഇന്ത്യയുടെ ഇന്ത്യയുടെ കൂടെ സഞ്ചരിക്കുന്ന, പണ്ട് ഒരു കാലത്ത് ഇന്ത്യയുടെ കൂടെ റഷ്യ എങ്ങനെ സഞ്ചരിച്ചുവോ അതേപോലെ സഞ്ചരിക്കുന്ന ഒരു സുഹൃത്തായ രാജ്യമാണ് അമേരിക്ക എന്നൊക്കെ നമ്മൾ കരുതിയിരിക്കുമ്പോൾ അമേരിക്ക എന്ന സംഭവം വന്നു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിയിൽ 25% തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. ഈ ഓഗസ്റ്റ് 1-ാം തീയതി മുതൽ, അതായത് അടുത്ത 1-ാം തീയതി മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് ട്രംപ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയോടുള്ള സൗഹൃദമൊക്കെ തന്നെ ഒരു അമേരിക്കൻ ജാട എന്നതിനപ്പുറം നമുക്ക് കാണാൻ കഴിയില്ല എന്നാണ് മനസ്സിലാകുന്നത്. 5 വട്ടം ചർച്ച നടത്തിയിട്ടും വ്യാപാര കരാറിൽ ധാരണയിലെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% പകരച്ചുങ്കം ചുമത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രഖ്യാപനം. ഓഗസ്റ്റ് 1 മുതൽ പുതിയ താരിഫ് പ്രാബല്യത്തിലാകുമെന്ന് സ്വന്തം സമൂഹമാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ്. റഷ്യയുമായുള്ള സഹകരണം ചൂണ്ടിക്കാട്ടി പിഴ കൂടി ചുമത്തുമെന്നും കുറിപ്പിലുണ്ട്. സൈനിക ഉപകരണങ്ങളിൽ ഭൂരിഭാഗവും ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നു. റഷ്യയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നതും പിഴ ചുമത്താൻ കാരണമായി. ലോകത്ത് ഏറ്റവും ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യമാണ് ഇന്ത്യയെന്നും പകരച്ചുങ്കത്തെ ന്യായീകരിച്ച് ട്രംപ് പറഞ്ഞു. ഇന്ത്യയുടെ കാർഷിക വാഹന വിപണികൾ അമേരിക്കയ്ക്ക് തുറന്നു നൽകണമെന്ന ആവശ്യത്തിലുടക്കിയാണ് ഹ്രസ്വകാല വ്യാപാര കരാറിനുള്ള ചർച്ചകളും വഴിമുട്ടിയത്. ഇന്ത്യയുടെ ഗ്രാമീണ മേഖലയെ വിനാശകരമായി ബാധിക്കുന്നതാണ് അമേരിക്കൻ വ്യവസ്ഥകൾ. ഓഗസ്റ്റ് 1-ന് മുൻപ് ഇനിയൊരു ഹ്രസ്വകാല കരാറിനുള്ള സാധ്യത അടച്ചാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 6-ാം വട്ട ചർച്ചകൾ ഓഗസ്റ്റ് അവസാനത്തോടുകൂടി നടക്കുമെന്നാണ് പ്രതീക്ഷ. ഇതിനിടയിൽ മറ്റ് നയതന്ത്ര പരിഹാരങ്ങൾ സാധ്യമാകുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര ഇപ്പോൾ തത്സമയം ചേരുകയാണ്. നമുക്കൊരു ഇരുട്ടടി പോലെയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത്. മധു, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. ഇങ്ങനെ ഒരു തീരുമാനം അമേരിക്ക പ്രഖ്യാപിക്കുമെന്നൊരു പക്ഷേ ഇന്ത്യക്ക് പ്രതീക്ഷയില്ലായിരുന്നു. 25% തീരുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയറ്റുമതിയൊക്കെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിവരങ്ങൾ എന്താണ്? ഒരുപക്ഷെ അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് കളിക്കുന്ന രാഷ്ട്രീയ കളി ഇതിലും നമ്മൾ കാണണോ വിവരങ്ങൾ? ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ആ ദിവസം മുതൽ തന്നെ ഈ തീരുവയും അതുപോലെ വ്യാപാര കമ്മിയും മറ്റ് രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുള്ളതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത്. വിമോചന ദിനമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഈ തീരുവ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചത്. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള തീരുവ യുദ്ധം കഴിഞ്ഞ ദിവസങ്ങളാണ് പറഞ്ഞു തീർത്തത്. 15% അവരെ കൊണ്ട് എത്തിക്കുവാൻ ട്രംപിന് സാധിച്ചു. അതിനുശേഷമാണ് ഇന്ത്യയെ നോട്ടമിട്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഓഗസ്റ്റ് 1 വരെയായിരുന്നു സമയം കൊടുത്തിരുന്നത്. എന്നാൽ ചൊവ്വാഴ്ച ഡൊണാൾഡ് ട്രംപ് ഒരു ഭീഷണി മുഴക്കിയിരുന്നു, 20% വരെ തീരുവ ചുമത്തിയേക്കുമെന്ന്. എന്നാൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇപ്പോൾ ഈ 25% തീരുവ എന്നുള്ള ഈ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രധാനമായി എടുത്തു കാണിക്കുന്നത് ഇന്ത്യ ഉയർന്ന തീരുവ ലോകത്തെ മറ്റ് ഏത് രാജ്യങ്ങളെക്കാട്ടിലും കൂടുതൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്നു എന്നാണ്. തന്നെയുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിൽ അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഇത്തരം ഒരു പ്രസ്താവന ഇറക്കിയതും പല ആൾക്കാരെയും ഞെട്ടിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ട്രംപ് പറയുന്നത് വ്യാപാര കമ്മി യാഥാർത്ഥ്യം തന്നെയാണ്. ഏതാണ്ട് 87 ബില്യൺ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുമ്പോൾ ഇന്ത്യയിലേക്ക് ഏതാണ്ട് 41 ബില്യന്റെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മാത്രമേ എത്തുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 45 ബില്യന്റെ വ്യാപാര കമ്മി നിലവിലുണ്ട്. എന്നാൽ 26 ബില്യന്റെ വ്യാപാര കമ്മി ഏപ്രിൽ ഉണ്ടായിരുന്നത് അത് കുറഞ്ഞ് 21 ബില്യനായിട്ട് വരികയും ചെയ്തിട്ടുണ്ട്. പക്ഷെ നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപുമായിട്ട് അന്ന് വാഷിംഗ്ടണിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ വ്യാപാര മേഖലയിൽ ശക്തമായിട്ട് ഇടപെടാനും 500 ബില്യൺ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കച്ചവടം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു മുന്നറിയിപ്പ് ഇത് സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന് പോയിട്ടുണ്ടായിരുന്നു. 20% തീരുവ ചുമത്തുവാണെങ്കിൽ തന്നെ ഇന്ത്യയുടെ GDP 0.5% കുറയ്ക്കും. 25% അത് വലിയ തോതിൽ ഇന്ത്യയെ ബാധിക്കും. ഒരു പക്ഷേ ഇന്ത്യയെ ഒരു നെഗോഷിയേഷൻ ടേബിളിൽ കൊണ്ടുവരാനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ശ്രമമായിരിക്കും. തന്നെയുമല്ല, ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയുമായിട്ടുള്ള ഒരു ബന്ധം പഴയതുപോലെ ഊഷ്മളമാണോ അല്ലയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാര്യം G7 നരേന്ദ്രമോദി പങ്കെടുക്കാൻ വരുന്നതിന് അല്പമണിക്കൂറുകൾക്ക് മുമ്പേ ഡൊണാൾഡ് ട്രംപ് ആ യോഗം പാതി വഴിക്ക് ഉപേക്ഷിച്ച് അമേരിക്കയിലേക്ക് മടങ്ങുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ അമേരിക്കൻ കമ്പനികളിൽ തൊഴിലെടുക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരണം,
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സമ്മിറ്റിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെക്കുന്നത് റഷ്യയുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യ കൂടുതലായി വാങ്ങിക്കുന്നു, പ്രത്യേകിച്ച് ഊർജ്ജ മേഖലയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളും സൈനിക ഉൽപ്പന്നങ്ങളും. ഡൊണാൾഡ് ട്രംപ് യൂറോപ്പുമായിട്ടുള്ള നെഗോഷിയേഷനിലും ഇത് തന്നെയാണ് അവരെ കൊണ്ട് സമ്മതിപ്പിച്ചെടുത്തത്. അമേരിക്കയുടെ ഊർജ്ജ ഉൽപ്പന്നങ്ങളും സൈനിക ഉൽപ്പന്നങ്ങളും കൂടുതൽ വാങ്ങിക്കാം എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കി. അതുകൊണ്ട് റഷ്യയെ കോർണർ ചെയ്യുവാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാണണം. ഇതിനോട് ചേർത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഈ റഷ്യയിൽ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ യുക്രൈനിൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെടുകയാണെന്നാണ്. SKN. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കരയാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും അടുത്ത 1-ാം തീയതി മുതൽ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. കടുത്ത ഒരു തീരുമാനം തന്നെയാണത്. ഇന്ത്യയുടെ വിദേശ നാണ്യത്തെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു തീരുമാനമാണത്.